അമ്മ മാതാവ് വഴിയായി ഈശോ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. ഞാൻ 2023 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 8ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. എൻ്റെ പേര് ആശ. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത അംഗമാണ്. ഇതെൻ്റെ മകൾ ഐറിൻ. എൻ്റെ ഓവറിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 മാസം കൂടുമ്പോൾ വന്ന് സ്കാൻ ചെയ്യണം. അതിനുശേഷം ഞാൻ ഉടമ്പടി തൈലം വയറിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. ഉടമ്പടി തേൻ ഉപയോഗിക്കുമായിരുന്നു. ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുമായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം സ്കാൻ ചെയ്തപ്പം ആ സിസ്റ്റ് അവിടെ ഇല്ല. അമ്മ മാതാവ് അത് സുഖപ്പെടുത്തി. അമ്മയ്ക്കും തൃക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷി പറയുന്നത്. അവൾ കഴിഞ്ഞ വർഷമാണ് +2 കഴിഞ്ഞത്. CBSE ആയിരുന്നു. അപ്പോൾ ഞാൻ നിയോഗമായി എഴുതി അമ്മയെ അവൾക്ക് 92% മാർക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായി ഉടമ്പടി തൈലം അവളുടെ നെറ്റിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവൾക്ക് കഴിക്കാൻ തേൻ കൊടുക്കുമായിരുന്നു. അവൾ പരീക്ഷ എഴുതുന്ന പേപ്പറിൽ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് അവളോട് പറയുമായിരുന്നു. അവൾ അതുപോലെ ചെയ്തു. അങ്ങനെ റിസൾട്ട് വന്നപ്പം അവൾക്ക് കൃത്യം 92% മാർക്ക് തന്ന് അമ്മ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തൃക്കുമാരനും നന്ദി പറയുന്നു. മൂന്നാമതായി എനിക്ക് എൻ്റെ ഒരു അലർജി രോഗത്തെക്കുറിച്ചാണ് എനിക്ക് പറയേണ്ടത്. 4 വർഷമായി ഇങ്ങനെ വെയിലത്തിറങ്ങി കഴിയുമ്പോൾ കൈ ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കുമായിരുന്നു. 3 സ്കിന്നിൻ്റെ ഡോക്ടർമാരെ കാണിച്ചു, ആൻറ്റിബയോട്ടിക് കഴിച്ചു, പലവിധ ക്രീമുകൾ തേച്ചു, എന്നിട്ടും കുറവൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഞാനങ്ങനെ മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ല. അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം 3 ആഴ്ചയായിട്ട് ആ അലർജി രോഗം പൂർണ്ണമായും അമ്മ മാറ്റി തന്നു. അമ്മയ്ക്കും തൃക്കുമാരൻ്റെ നന്ദി പറയുന്നു. 4ാമതായിട്ട് മകൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. അവളുടെ കൈയുടെ താഴെയായിട്ട് ഒരു മുഴ കണ്ടു. അപ്പോൾ അത് ഞാൻ സർജനെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് നമുക്ക് സർജറി ചെയ്യണം, എന്നിട്ട് ഇത് ബയോപ്സി കേൾക്കണം. ബയോപ്സി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇത് സർജറി ഒന്നും ചെയ്യേണ്ടതായി വരരുതേ, അല്ലാതെ തന്നെ ഇത് മാറ്റിത്തരണമേ. അപ്പോൾ സ്കിന്നിൽ ഇത്ര സെൻറ്റിമീറ്ററിലാണ് ഈ മുഴയെന്ന് പറഞ്ഞു. അപ്പം അൾട്രാസൗണ്ടിൽ 1 അല്ല 2 മുഴകളും കൂടി ഇങ്ങനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ആദ്യം മരുന്ന് തേച്ച് നോക്കാം പോകുമോ ഇല്ലയോ എന്ന്, അതിനുശേഷം പിന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ തന്ന മരുന്ന് ഞാൻ തേച്ചു. 1 ആഴ്ചയോളം തേച്ചിട്ടും അതിനൊരു മാറ്റവും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അമ്മയുടെ ഉടമ്പടി തൈലം കൊണ്ട് മാത്രം ഇതിന് സൗഖ്യം കിട്ടണം. അമ്മ വിചാരിച്ചാൽ മാത്രമേ ഇത് മാറത്തുള്ളൂ, അല്ലാതെ മകൾക്ക് ഇനി അങ്ങനെ ഒരു സർജറി ചെയ്യേണ്ടായി വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഞാൻ മരുന്ന് നിർത്തി. ഉടമ്പടി തൈലം മാത്രം വിശ്വാസ പ്രമാണം ചൊല്ലി തേക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടും കുരിശ് വരച്ച് ഞാൻ തേക്കുമായിരുന്നു. മകൾക്ക് ഉടമ്പടി തേൻ കൊടുക്കുമായിരുന്നു. ഉടമ്പടി ഉപ്പും ഞങ്ങൾ അവിടെ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി അമ്മ മാതാവ് ആ രോഗത്തിൽ നിന്ന് മോൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി. അമ്മയ്ക്കും തൃക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനി എൻ്റെ മകൾ അവൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് അമ്മയോട് നന്ദി പറയും. എൻ്റെ പേര് ഐറിൻ. ഞാൻ +2 പഠനം കഴിഞ്ഞിട്ട് IELTSന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ആദ്യത്തെ മാസത്തിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല സ്കോറൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നീടത് കുറഞ്ഞു വന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പാണെങ്കിലും ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോഴും അമ്മയുടെ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷ നല്ലതായിട്ട് എളുപ്പമായിരുന്നു. എനിക്ക് റിസൾട്ട് വന്നത് അമ്മയുടെ അഖണ്ഡ ജപമാലയുടെ അന്നാണ്. അന്ന് എനിക്ക് അർത്തുങ്കപ്പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചാണ് മാതാവ് എനിക്ക് ആ റിസൾട്ട് തുറക്കാനുള്ള ഭാഗ്യം നൽകിയത്. എനിക്ക് ഓവറോൾ 7 നൽകി മാതാവ് അനുഗ്രഹിച്ചു. പിന്നീട് UK ഉപരിപഠനത്തിന് പോകാനായിരുന്നു എനിക്ക് ആഗ്രഹം. ആദ്യമൊക്കെ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിലും മാതാവ് അതെല്ലാം മാറ്റി തന്നു. വിസയ്ക്ക് ഞാൻ വെക്കുന്നത് മാർച്ച് 3-ാം തീയതിയാണ്. അന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഡെയിലി ബ്രെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 എന്ന് പറഞ്ഞൊരു തീയതി ഓർത്ത് വെച്ചോ എന്ന്. എനിക്ക് കൃത്യം വിസ കിട്ടിയത് മാർച്ച് 7-ാം തീയതി തന്നെയാണ്. ഈ ബുധനാഴ്ച ഞാൻ UK പോവാണ്. മാതാവിനും തിരുക്കുമാരനും ഇത്ര അനുഗ്രഹം നൽകിയ 1000 കോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തിയായി ഞാൻ എല്ലാ ആഴ്ചയും പൊതിച്ചോറുണ്ടാക്കി അനാഥാലയത്തിൽ കൊടുക്കും.
അനാഥരെ മാനസികമായും വെല്ലുവിളി നേരിടുന്നവരുടെ ശുശ്രൂഷ ഒരു ആശ്രമമുണ്ട്. അവിടെ പോവും, അവർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നോട് സഹായം ചോദിച്ച് വരുന്നവർക്ക് സഹായം ഞാൻ കൊടുക്കും. കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥം പതിവായി വായിക്കും. പ്രേക്ഷിത പ്രവർത്തനമായി പത്രം മേടിച്ചുകൊണ്ട് പോയി ഓട്ടോ സ്റ്റാൻഡിലും ദേവാലയത്തിലും കൊടുക്കും. ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന അമ്മയ്ക്കും തൃക്കുമാരനും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 40:5. ദൈവമായ അവിടുന്ന് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. അർഷ മാത്യു എന്ന സഹോദരിയും മകൾ ഐറിനും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മയ്ക്കും മകൾക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളെ അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ പൂർണ്ണമായി മാറിയതിനെ അവർ സാക്ഷ്യപ്പെടുത്തി. മകൾക്കുണ്ടായ 2 പഠന വിജയങ്ങളെയും പ്രത്യേകമാവിധം അമ്മയുടെ തിരുനടയിൽ നന്ദിയോടുകൂടി സമർപ്പിക്കുകയും ചെയ്തു. പ്രത്യേകമായി പറയുന്നുണ്ട്, +2 പഠിക്കുമ്പോൾ 92% മാർക്കിന് വേണ്ടി ആഗ്രഹത്തോടെ അത് എഴുതിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും 92% മാർക്ക് മകൾ അത്ര കണ്ട് വലിയ ബ്രില്യൻ്റ് ആണെന്ന് സ്കൂളോ മറ്റുള്ളവരെ ഒന്നും പറയുന്നില്ലായിരുന്നെങ്കിൽ കൂടിയും അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചതിനെക്കുറിച്ച് അത് നിയോഗത്തിൽ സമർപ്പിക്കുകയും അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും വിശ്വാസത്തോടെ ആ നിയോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രയോഗിക്കുകയും ചെയ്തത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ IELTS-ൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി മകൾ തയ്യാറാകുമ്പോഴും ഇടയ്ക്ക് സ്കോർ വല്ലാതെ കുറഞ്ഞു വരുമ്പോൾ ഉടമ്പടിയിൽ തന്നെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ഓവറോൾ 7 കിട്ടിക്കൊണ്ട് മകൾക്ക് വിദേശത്തേക്ക് ആഗ്രഹിച്ച് UK തന്നെ പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചെടുത്തതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അക്കങ്ങളും അക്ഷരങ്ങളും നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഉടമ്പടി ജീവിതം നയിക്കുന്നവരെ പ്രത്യേകമായി ആകർഷിക്കപ്പെടുന്നതാണ്. 92% മാർക്ക്. അച്ഛൻ പറഞ്ഞ 7 എന്ന സംഖ്യ ഓർത്തു വയ്ക്കുന്നു. ആ 7-ാം തീയതി മകൾക്ക് വിസ ലഭിക്കുന്നു. അത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മ സമയത്തിന്മേൽ അധികാരമുള്ളതുകൊണ്ട് അക്കങ്ങളെ ആദരിക്കുകയും അത് തീയതികളായും മാർക്കുകളായും ജീവിതത്തിൻ്റെ പ്രത്യേക കാര്യങ്ങൾ നടക്കുന്ന ദിവസങ്ങളായും ഒക്കെ അനുവദിച്ച് തരുന്നതാണ് നമ്മൾ ഉടമ്പടിയിൽ കാണുന്നത്. അതുകൊണ്ട് നാം ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ, സന്ദേശത്തിൽ ഒരു തീയതി നമുക്ക് ലഭിക്കുമ്പോൾ, ഒരു പ്രത്യേകമായ അക്കം നമുക്ക് ലഭിക്കുമ്പോൾ അത് അമ്മയുടെ സമയഘടികാരത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി സമർപ്പിച്ച് വിശ്വസിക്കുകയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഈ എൽത്താരയിൽ നിരന്തരം ഓരോരുത്തരും വന്ന് അക്കങ്ങളെക്കുറിച്ച്, തീയതികളെക്കുറിച്ച്, ദിവസങ്ങളെക്കുറിച്ച്, ഇത്ര നാൾ കഴിഞ്ഞ് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഓരോ തവണയും ലോകത്തോടത് വിളിച്ചു പറയുക. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട അമ്മയിൽ വിശ്വസിക്കുമ്പോൾ ആ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി നിങ്ങളുടെ ജീവിത വിഷയങ്ങൾ അനുഗ്രഹങ്ങളായി സ്ഥിരീകരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ്. നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സമയച്ചുരുക്കത്തിൽ അനുഗ്രഹിച്ച് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.